ഫോക്കസ് ന്യൂസ്. ദിസ് ഇസ് യുവർ ശിവാനി ഹിയർ. ഇന്നത്തെ എപ്പിസോഡിലും നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ള സന്തോഷേട്ടനാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട, എന്റെയും പ്രിയപ്പെട്ട. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചിരി കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ചോദ്യം വന്നതാണ്. എല്ലാം ജീവിതത്തിൽ ഇന്നേ വരേണ്ട എല്ലാ പ്രശ്നങ്ങളും ഈ ചിരിയോടെ തന്നെയാണോ നേരിട്ടിട്ടുള്ളത്? എപ്പോഴും ചിരിച്ചേ കണ്ടിട്ടുള്ളൂ? ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ വേദപഠനം ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവത്ഗീതയിൽ 2-ാം അധ്യായം സാങ്കേയോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, പ്രജാഹാതി യഥാഗമൻ സർവാൻ പാർത്ഥമനോഗതൻ ആത്മനേ വാർത്തന സൃഷ്ട സ്ഥിതപ്രജ്ഞസ്തുച്ഛത, അവനവനിൽ സന്തോഷം കണ്ടെത്തുന്നതിന് ഈശ്വരവിശ്വാസി എന്ന് പറയുന്നു. അപ്പോൾ ഇത് വായിച്ച അന്ന് മുതൽ പിന്നെ എനിക്ക് മറ്റുള്ള ഒബ്ജക്റ്റിൽ, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ള ഒബ്ജക്റ്റ് ഒരിക്കലും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചു, അപ്പോൾ നിങ്ങളൊരു ബസ്സിൽ കയറുന്നു, 10 രൂപയ്ക്ക് നിങ്ങൾ 20 രൂപ കൊടുത്തോടെ ബാക്കി തന്നില്ല എന്ന് സങ്കല്പിച്ചോ. നിങ്ങൾ അന്നത്തെ ദിവസം പോയി, എന്നാലും തിന്നാതെ കുടിക്കാതെ 10 രൂപ പോയല്ലോ, അങ്ങനെ വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യയായിട്ടോ മക്കളായിട്ടോ ഒരു അടി കൂടി, അപ്പോൾ നമ്മൾ എന്നാലും ഭർത്താവ് അങ്ങനെ പറഞ്ഞല്ലോ, ഭാര്യ അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ വരും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഒരാളെ വിളിക്കാൻ പോകുമ്പോൾ മൊബൈൽ ഹാങ് ആവുന്നു. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ തീരുമാനിക്കുന്ന മൊബൈലാണ്, നിങ്ങളുടെ അച്ഛനാണ്, നിങ്ങളുടെ അമ്മയാണ്. അതായത് നിങ്ങൾ TV വെക്കുമ്പോൾ TV ഓണല്ല, അല്ലെങ്കിൽ മൊബൈൽ ഓണല്ല. ഇത് നിങ്ങൾ അപ്പോൾ മറ്റുള്ള ഒബ്ജക്റ്റിൽ സന്തോഷം കണ്ടെത്തുന്നവരൊക്കെ നിരീശ്വരവാദികളാണെന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുക. ഈശ്വര വിശ്വാസിയാണോ ആ വ്യക്തിക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. ആ വ്യക്തി തനിയെ ഇരിക്കുമ്പോൾ തന്നെ ആ വ്യക്തി ഹാപ്പിയാണ്. കാരണം ആ വ്യക്തിയുടെ തോന്നൽ ഞാൻ എപ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട്, അങ്ങനെ ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് അത് വായിച്ച അന്ന് മുതൽ ഇന്ന് വരെ, ഇങ്ങോട്ട് സംസാരിക്കും ഇന്ന് വരെയും ഞാൻ ഒന്നിനോടും അറ്റാച്ച്ഡ് അല്ല, ഡിറ്റാച്ച്ഡ് ആണ്. എനിക്ക് ഇപ്പോൾ ഈ ലോകത്തെ 770 കോടി ജനങ്ങൾ ഇപ്പോൾ മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുകയാണെങ്കിലും മരിച്ചില്ലേ, ഇങ്ങനെ പറയാനുള്ളൊരു മാനസികാവസ്ഥ. എന്ത് കാര്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കണക്കാം. ഇപ്പം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നു, ഇപ്പം ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ വീട് സപ്പോസ് സംഭവിക്കാതിരിക്കട്ടെ, വീട് മൊത്തമായിട്ട് ഇനി താന്നു പോയെങ്കിലും, വീട് താന്നു പോയില്ലേ, കുഴപ്പമില്ല, പുതിയൊരു വീട് പറയാം. ഈ ഒരു അതായത് ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നൊരു രീതിയിലാണ്. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം, പണ്ഡിറ്റിൻ്റെ ക്രിക്കറ്റ് നിരീക്ഷണം, പണ്ഡിറ്റിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് എഴുതും. അപ്പം എന്നോട് പലരും ചോദിച്ചു, എൻ്റെ നിരീക്ഷണം എന്നല്ലേ നിങ്ങൾ എഴുതേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ആത്മാവ്, നമ്മൾ ശരീരം, ഓക്കെ, ആത്മാവ് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ജന്മം വേറൊരു XOR Y ആയിരിക്കും, വേറെ ഇതിലായിരിക്കും വരുന്നത്, ഇപ്പോൾ ഈ ജന്മമാണ് ഇതിൽ വരുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോഴും നന്നായി ഉറങ്ങി, അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ കിടന്ന് ഉറങ്ങുകയല്ലേ. അപ്പം ആത്മാവാണ് നിങ്ങൾക്ക് തരുന്നത്. അത് ഇന്നലെ നന്നായി ഉറങ്ങിയിട്ടോ, അന്നലെ നല്ല സ്വപ്നം കണ്ടിട്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്നത്? നിങ്ങൾ കഴിച്ച ഭക്ഷണം ദഹിച്ചു, അതെങ്ങനെയാണ് ദഹിക്കുന്നത്? അല്ല, കാരണം നിങ്ങൾ ഉറങ്ങുകയാണല്ലോ. അപ്പം നിങ്ങൾ പറയും അല്ല വയറില്ല, അപ്പോൾ വയറ് വേറെ നിങ്ങൾ വേറെ ആണോ എന്ന് ചോദിച്ചാൽ എത്തിപ്പെട്ടു. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആത്മാവ് കയറിക്കൂടിയ ഈ ശരീരം സന്തോഷ് പണ്ഡിറ്റ് എന്ന് വിളിക്കുന്നു. ഈ സന്തോഷ് പണ്ഡിറ്റിന് ഇങ്ങനെ ഒരു നിരീക്ഷണമുണ്ട്, ആത്മാവിന് ഇങ്ങനത്തെ ഒരു നിരീക്ഷണവും ഇല്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റിന് ക്രിക്കറ്റ് നിരീക്ഷണം എന്നതിലൂടെ ഈ ആത്മാവിന് ഇങ്ങനത്തെ ഒരു അഭിപ്രായവും ഇല്ല. ഇപ്പൊ കയറിക്കൂടിയ ശരീരത്തിൽ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഡിറ്റാച്ച്ഡ് ആണ്. എനിക്ക് ഒന്നിനോടും അറ്റാച്ച്ഡ് അല്ല, അല്ലേ? അറ്റാച്ച്ഡ് ആകുമ്പോഴാണല്ലോ, പക്ഷെ എന്നാലും അവൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ പറഞ്ഞില്ലേ, അവൻ ഇങ്ങനെ പറഞ്ഞില്ലേ, പക്ഷെ എന്നാലും +2 എനിക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. ഇതൊക്കെ വരുന്നത് നിങ്ങൾ അറ്റാച്ച്ഡ് ആകുമ്പോഴാണ്. നമ്മളെ പണിയെടുക്കുന്നു. അപ്പം എനിക്ക് എന്ന് വെച്ചാൽ കർമ്മണേധികാരസ്ഥ ഫലേഷു കഥാഞ്ജനമ കർമ്മത്തിൽ മാതേ സങ്കോസ്ത കർമ്മണി, കർമ്മത്തിലേ അധികാരമുള്ളൂ, കർമ്മഫലത്തിലില്ല അർജുന എന്ന് പറഞ്ഞതാണ് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ ജോലി കൃത്യമായിട്ട് എടുക്കുക, വെച്ചിട്ട് പ്രതിഫലം വാങ്ങണ്ടെന്നല്ലല്ലോ പോകാൻ പറയുന്നത്. നമ്മൾ ജോലി നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്നു, പ്രതിഫലം എന്നുള്ളത് നാച്ചുറലി കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ആയാലും ഇതേ മാനസികാവസ്ഥയിലാണ് ഞാൻ വരുന്നത്. പിന്നെ നമ്മളെ അച്ഛൻ തന്നെയായിരുന്നു എൻ്റെ ജാതകമൊക്കെ എഴുതിയത്. അപ്പം അച്ഛൻ പറഞ്ഞിരുന്നു ലക്ഷ്മി സരസ്വതി രാജയോഗം ഉണ്ട്, അച്ഛൻ ജാതകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഒന്നുകിൽ പണവും വിദ്യയും എപ്പോഴും ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് മരിക്കുന്ന അന്ന് വരെ നിൻ്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടാവും, പുസ്തകം വിടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനെ ലക്ഷ്മി സരസ്വതി ഫുൾ ടൈം കൂടെ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ എന്ത് ചെയ്താലും വിജയിക്കും എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്നിപ്പോൾ ഈ ഫ്ലോറിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ അച്ഛൻ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും സരസ്വതിയാണ് കൂടെ. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ത് ചെയ്താലും വിജയിക്കും. ഇതുവരെ ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് നാഷണൽ മെഡിക്കൽ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും അധികം വേഗം തന്നെ ജോലി കിട്ടി. അപ്പോൾ എനിക്ക് ഒരിക്കലും സത്യം പറഞ്ഞാൽ അത് നമ്മൾ അതിൻ്റെ ഇടയിൽ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നേ വരെ എവിടെ ഒരു പരാജയം അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം എൻ്റെ 12ാമത്തെ സിനിമ കേരള ലൈവ് റിലീസ് ചെയ്യാൻ പോകുന്നു. പക്ഷേ 11 സിനിമ എനിക്ക് വർക്കാണ്. ആദ്യത്തെ സിനിമ വലിയ ഹിറ്റാണ്, പക്ഷെ ബാക്കിയെല്ലാം എനിക്ക് അവറേജ് ആണ്. പക്ഷെ എന്നാലും എനിക്ക് ഒരിക്കലും ഒരു കൈ കൊള്ളുന്നില്ല. ചെയ്ത ഒരു സാധനം എനിക്ക് ഇന്നേ ഒരു നഷ്ടത്തിലേക്ക് പക്ഷേ അങ്ങനെ ആയോന്ന് എനിക്ക് വന്നിട്ടില്ല. ഇതാണ് ഇവിടെ. അപ്പം എൻ്റെ മുഖത്തെ സന്തോഷത്തിൻ്റെ ഒരു കാരണം ഒരിക്കലും പരാജയം അറിയാത്ത വ്യക്തി എന്ന രീതി. ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന സിനിമകളിലൊക്കെ ഇന്റർവ്യൂസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 100 കോടി ഉണ്ടാക്കി, 200 കോടിക്ക് ഉണ്ടാക്കി, അങ്ങനെ അവർ കൃത്യമായി കണക്ക് പറയുന്നുണ്ട്. അങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ട് 100 കോടി സിനിമകളൊക്കെ ചിലപ്പോൾ ഫ്ലോപ്പ് ആയതുണ്ട്, ചിലപ്പോൾ വിജയത്തിലേക്ക് എത്തിയതുണ്ട്.
സാറിന്റെ ആണെങ്കിൽ സാർ വളരെ ഒരു മിനിമൽ ബഡ്ജറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഹിറ്റുകളിലേക്ക് മാറുന്ന ചിത്രങ്ങളാണ് സാർ കൂടുതലും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ താങ്കളുടെ ഈ ഒരു സിനിമാ രംഗത്തെ സ്ഥാനം എന്താണ് സ്വയം എന്താണ് തോന്നുന്നത്? മുമ്പ് സർക്കാർ ജോലിയിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ അന്ന് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ 85 ലൈക്കൊക്കെ ഉള്ളത്. ഞാനെന്ത് ചെയ്യും, ഒരു 5 രൂപേൻ്റെ പൗഡറൊക്കെ വാങ്ങിക്കേ മൊത്തം, എന്നിട്ടൊക്കെ ഫോട്ടോ ഇട്ട് വെക്കും. 1 ലൈക്ക് പോലും കിട്ടില്ല. പിന്നെ കാര്യമായിട്ട് അന്നും പരിപാടിയൊക്കെ ഉണ്ട്, ക്രിക്കറ്റ് നിരീക്ഷണം. അല്ലാണ്ട് ഇപ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം അങ്ങനെ വരില്ലല്ലോ. അയാൾ മുമ്പ് അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൂ. ക്രിക്കറ്റ് നിരീക്ഷണം ഇതൊക്കെ പറഞ്ഞു ഇൻ്റർനാഷണൽ നിരീക്ഷണമൊക്കെ എഴുതും, ഒരു പൂച്ചയും നോക്കില്ല. അപ്പം അവിടെ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു, പേര് പ്രശസ്തി പണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ദൈവങ്ങളെ കണക്കാക്കുന്നത് ക്രിക്കറ്റുകാർ, ഫുട്ബോളുകാർ, ഈ രാഷ്ട്രീയക്കാർ, ഇവരൊക്കെയാണ്. അപ്പോൾ സിനിമാക്കാരനായാലേ നമുക്ക് ഇതെല്ലാം കിട്ടും. അല്ലാണ്ട് നിങ്ങളിപ്പോൾ വളരെ ഫേമസ് ആയ ഒരു ശാസ്ത്രജ്ഞയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കും, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നല്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയോ ഓരോ ഇതോ ചെയ്യൂല. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഓഫീസ് ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ബിടെക് എംടെക് ഒക്കെ കഴിഞ്ഞ് നല്ല മാർക്ക് മേടിച്ച് വലിയ റാങ്ക് നേടി കഷ്ടപ്പെട്ട് PSC എഴുതി കിട്ടി, നിങ്ങൾ ഇത്രയും കഴിഞ്ഞ് ചീഫ് എഞ്ചിനീയർ ലാസ്റ്റിൽ എത്തുകയാണ്. ആ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ പറയുകയാണ് ഞാനൊരു ചീഫ് എഞ്ചിനീയറാണ്, അതിന് ഞാനെന്ത് വേണം, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 5 ലക്ഷം ശമ്പളമൊക്കെ മേടിക്കുന്നുണ്ടോ? അതേസമയം നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 8 നില പൊട്ടിയവൻ X എന്ന നടനെ അനുകരിച്ച് Y എന്ന നടിയെ അനുകരിച്ച് എന്തോ ഒരു സാധനം ചെയ്തു, അല്ലെങ്കിൽ പാലസ്തീനെ വേണ്ടിയിട്ടും അഫ്ഗാനിസ്ഥാന് വേണ്ടി അരളിക്കോറി എന്തോ ഒരു പാട്ടുണ്ടാക്കി, അങ്ങനെയൊക്കെ ഉള്ളവൻ്റെ കൂടെയൊക്കെ ആൾക്കാർ ഫോട്ടോ എടുപ്പൊക്കെ നടത്തുമ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇയാളെ മുന്നിലാണ് സംഭവിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ എവിടെയോ കിടക്കുന്ന മെസ്സിക്ക് വേണ്ടിയും മറ്റു ഫുട്ബോളുകാർക്ക് വേണ്ടി എനിക്ക് ആരോട് അസൂയൊന്നുമില്ല കേട്ടോ, അവർക്കൊക്കെ വേണ്ടി വലിയ ഫ്ലക്സ് വെക്കുമ്പോൾ നമ്മളെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ വളരെ കഷ്ടപ്പെട്ട് ഓട്ടോകാസിന് ചൊവ്വയിൽ ഗ്രഹവീക്ഷണമൊക്കെ നടത്തുമ്പോൾ ഇവർക്ക് വേണ്ടി നിങ്ങളൊരു ഫ്ലക്സ് പോലും വെക്കുന്നില്ല. ഞാൻ മുമ്പ് ഒരാളോട് ചോദിച്ചു, ഇന്ത്യയുടെ ഒരു നേട്ടത്തെ നമ്മൾ എന്തുകൊണ്ടാണ് ഫ്ലക്സ് വെക്കാത്തത്? അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ്, ശാസ്ത്രജ്ഞന്മാർ വെറുതെ ഒന്നല്ലല്ലോ, ശമ്പളം വാങ്ങുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അല്ലേട്ടാ എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫുട്ബോളുകാരും ക്രിക്കറ്റുകാരും വെറുതെയാണോ? അവരെത്ര കോടികൾ വാങ്ങുന്നുണ്ട്? ഈ പറയുന്ന IPL അവരെന്താ ഓസിക്കാൻ പോകുന്നത് എത്ര കോടികൾക്കാണ്? അല്ല, ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ അവൻ്റെ ജോലിയാണ്, വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് പറയുന്നവർ ഈ ക്രിക്കറ്റുകാർക്കും ഫുട്ബോളുകാർക്കും വേണ്ടി ചെയ്യുന്നു. അപ്പോൾ അവർ ഓസിയാണോ ചെയ്യുന്നത്? അപ്പോൾ ഇതിലൊരു ഇരട്ടത്താപ്പ് നയമുണ്ട്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ അതിർത്തിയിൽ നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം ലൈഫ് പോലും നോക്കാതെ അതിർത്തിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് കുറേ അല്ലേ പട്ടാളക്കാർ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഞാനൊക്കെ കിടന്നുറങ്ങുന്നത്, സമാധാനത്തിൽ കിടന്നുറങ്ങുന്നത്. ഇവർക്ക് വേണ്ടി ഓർക്കാൻ ആരുമില്ല. അല്ല, അവരൊരു യുദ്ധത്തിൽ ജയിച്ചാൽ അതിനെക്കുറിച്ച് പറയാൻ ഇവിടെ ആരുമില്ല. അതേപോലെ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ, അതേപോലെ തന്നെയാണ് കർഷകർ. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കോടികൾ ഉണ്ടെങ്കിലും ഉച്ചയ്ക്ക് നിങ്ങളായാലും ഞാനായാലും ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കർഷകൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. ഈ കർഷകർ കടം വാങ്ങി ആത്മഹത്യ ചെയ്യുന്നു, ഇതൊക്കെയുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ ചർച്ചയില്ല. ഇവിടുത്തെ ചർച്ച എന്താ അറിയോ? നടൻ്റെ പുതിയ ഡ്രസ്സ് കണ്ടാൽ നമ്മൾ ഞെട്ടും, നടിയുടെ പുതിയ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നടി കുഞ്ഞു ഡ്രസ്സ് ഇട്ടപ്പോൾ ഏതോ ഒരുത്തൻ ചോദിച്ചു, എടി നിനക്ക് കുറച്ച് മര്യാദയ്ക്കുള്ള ഡ്രസ്സ് ഇട്ടൂടെ? നടി അവനെ പഞ്ഞിക്കിട്ടു, അവനെതിരെ സൈബർ നിയമപ്രകാരം അവൻ 6 മാസം തടവിൽ. ഇങ്ങനെ അല്ലെങ്കിൽ ചില നടിമാരുടെ ഗർഭകാലത്തെ കഥകൾ, ഇതൊന്നും തെറ്റുന്ന ശരിയെന്ന് ഞാൻ പറയുന്നില്ല. ഇവർക്കെല്ലാം ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഒരു ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് ഒരാൾക്കൊരു ബഹുമാനം എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ കൊണ്ടല്ലേ, അല്ലാണ്ട് വെറും പണം കൊണ്ട് മാത്രമാണെങ്കിൽ നമുക്ക്, ഞാൻ പറയുന്നത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണത്തിന് എത്രയോ രാജ്യങ്ങളിൽ പണമുള്ളവരുണ്ട്. പക്ഷേ ടെക്നോളജിയിൽ മുന്നിലുള്ള ആളുകളല്ലേ നമ്മൾ ബഹുമാനത്തിൻ്റെ പെർസെപ്ഷനിൽ അവരെ എടുക്കുക. കാരണം അവരുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഫേസ്ബുക്കായാലും ഇതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലായാലും ഏതെങ്കിലും രാജ്യങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അവരിതിൽ എത്തിയത് കൊണ്ടല്ലേ നിങ്ങൾക്കത് കമൻറ്റ് ഇടാൻ പറ്റുന്നത്. അല്ല, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഉയർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രജ്ഞന്മാരിലൂടെയാണ് നടക്കുന്നത്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്തും യഥാർത്ഥത്തിൽ എന്താണ്, ഗോതമ്പിനൊക്കെ എല്ലായിടത്തും വില കൂടി, പക്ഷെ നമുക്ക് ഇന്ത്യയിൽ കൂടിയില്ല. കാരണം നമ്മൾ അവരെ എല്ലാം ആശ്രയിക്കുന്നത്. പക്ഷേ ഈ കർഷകർക്കൊന്നും ഒരു വിലയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച സിനിമാക്കാരനാവണമെന്ന്. എനിക്ക് സിനിമയോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടല്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മസാല ഷോപ്പുകാരൻ അവിടുത്തെ അരിയും പയറും ഒക്കെ വിറ്റ് ജീവിക്കുന്നു, ഒരു ടെക്സ്റ്റൈൽസുകാരൻ അവിടുത്തെ തുണിത്തരങ്ങൾ വിറ്റ് ജീവിക്കുന്നു, ഒരു മീൻകാരൻ മീൻ വിറ്റ് ജീവിക്കുന്നു, ഒരു സിനിമാക്കാരൻ കല വിറ്റ് ജീവിക്കുന്നു. ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിങ്ങൾ ദിവസം വാങ്ങുന്ന
പച്ചക്കറി വാങ്ങുന്ന അവിടെ പോയിട്ട് ഇയാളാണ് എനിക്ക് പച്ചക്കറി തരുന്നിട്ട് നിങ്ങൾ ഒരു ഫ്ലക്സ് വെക്കുന്നില്ലല്ലോ, നിങ്ങൾ എന്താ പറയുന്നത്, അയാൾക്കൊരു ബിസിനസ് എങ്കിൽ ഇവർ ചെയ്യുന്ന ബിസിനസ് അല്ലേ? ഇവരെ സ്നേഹിക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്, ഒന്ന് ഓവർ ആക്കണ്ട. അപ്പൊ ഞാൻ ഈ രംഗത്തേക്ക് വന്ന് ഇത്രയേ ഉള്ളൂ. സിനിമയോടുള്ള പ്രത്യേകിച്ച് താല്പര്യം കൊണ്ടൊന്നല്ല. അതേസമയം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് വേണം. ഞാൻ നിങ്ങളുടെ പണത്തെ ബഹുമാനിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഡാറ്റയെ ബഹുമാനിക്കുന്നു, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും മെസ്സേജ് വെച്ച് ചെയ്യുന്നു.